Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടിട്ടുള്ള ജിലേബിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിന് മുന്നേ ആയിട്ട് മറ്റൊരു ജിലേബി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ദോശമാവ് കൊണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൈദ കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ ഒരു കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഓറഞ്ച് ഫുഡ് കളർ ഇത്രയും ചേർത്ത് ആദ്യം അതൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഒരു 1/4 കപ്പ് തൈരും ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമായിരിക്കും വേണ്ടി വരിക. അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ള പഞ്ചസാര പാനി ഉണ്ടാക്കാം. അതിനായിട്ട് 2 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ഏലക്കായ ചതച്ചതും 1 പിഞ്ച് കുങ്കുമപ്പൂവ്, ഇത് ഓപ്ഷണലാണ്, കയ്യിലില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടി ചേർക്കണം. അത് നമ്മുടെ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാം. ഒരു 20 സെക്കൻഡ് തള വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു നോസലുള്ള ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു കുപ്പി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അറ്റം വെട്ടിയിട്ടോ അല്ലെ വെള്ളത്തിൻ്റെ കുപ്പിയുടെ മൂടിക്ക് ഒരു ചെറിയ ഓട്ടയിട്ടിട്ടോ നമുക്കിതുപോലത്തെ ഒരു കുപ്പിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കാം. പരന്നതാകുമ്പോൾ കുറേ എണ്ണങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, മീഡിയം ഹീറ്റിലായിരിക്കണം എണ്ണ, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചുറ്റിച്ചെടുക്കുക. ഇതൊരു പരന്ന പാത്രമായ കാരണം നമുക്ക് ഒരേ സമയത്ത് കുറേ ജിലേബി ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡ് ക്രിസ്പായി കഴിഞ്ഞാൽ അത് തിരിച്ചിടണം. അതിനുശേഷം മറ്റേ സൈഡും കൂടി ക്രിസ്പായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് അത് ഊറ്റിയെടുത്ത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിനകത്ത് ഒരു 20 to 30 സെക്കൻഡ്സ് നമുക്കതിനെ സോക്ക് ചെയ്ത് വെക്കണം. ഷുഗർ സിറപ്പിന് എപ്പോഴും കുറച്ച് ചൂടുണ്ടാവണം. വല്ലാതെ തണുത്തിട്ടോ അല്ലെങ്കിൽ വല്ലാതെ ചൂടോ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ജിലേബി വറക്കുമ്പം എണ്ണയുടെ ചൂട് നിങ്ങൾ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ദോശമാവ് കൊണ്ടുണ്ടാക്കുന്ന ജിലേബിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇത്രയായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഹോം മെയ്ഡ് ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാലിൻ്റെ കൂടെയോ റബ്രിയുടെ കൂടെയോ അല്ലെങ്കിൽ ചായയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ദിവാലി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.